തീർച്ചയായിട്ടും ഇത് പകരുന്നത് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, പലപ്പോഴും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ മേലിൽ ഒരു റാഷ് ഉണ്ടെങ്കിൽ പോലും അതിനെ നമ്മൾ വകവെക്കാറില്ല. ചിലപ്പോൾ ഈ താരനൊക്കെ ഉള്ള ആൾക്കാർ രക്ഷിതാക്കൾ വരുമ്പം കുട്ടികളെ മുഖമൊക്കെ മുടിയൊക്കെ ഇങ്ങനെ തലോടി ഇത് കണ്ട് അവരെ മേൽ നിറച്ചും താരനാണെന്നൊക്കെ പറയും. ഇപ്പോൾ വട്ടച്ചൊറിയൊക്കെ ഉള്ള ആൾക്കാരെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചില്ല, അത് ഇങ്ങോട്ട് പകരുന്നതിനെക്കുറിച്ചൊരു ബോധം പലപ്പോഴും ഉണ്ടാവാറില്ല. ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഈ മങ്കി പോക്സ് ഒക്കെ ഉള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഇങ്ങനെ റാഷുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇതിങ്ങനെ എടുത്ത് പൊട്ടിച്ച് കൊടുക്കുക, അല്ലെ എവിടെ ഇങ്ങനെ ഇതാക്കുക, അങ്ങനെ വരുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അത് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കാരണമാകും. ആ സമയത്തൊന്നും അവിടെയൊന്നും സ്പർശിക്കാതെ അവരെ കെയർ ചെയ്യാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പം ഈ ക്ലോസ് സമ്പർക്കമാണ് പ്രശ്നം. അപ്പോൾ അവർ ചുമക്കുക, തുമ്മുകയൊക്കെ ഭാഗങ്ങളുമായി സമ്പർക്കം വരിക, ഇങ്ങനെയൊക്കെ ഇത് പകരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് ബാധിച്ച രോഗികളുടെ ശാരീരിക സ്രവങ്ങളിലൂടെ വേണമെങ്കിൽ പകരാം. പിന്നെ ഇപ്പോൾ അവർ ബെഡൊക്കെ ഉപയോഗിച്ചിരിക്കുകയാണെന്നിരിക്കുക, ആ ബെഡ്ഷീറ്റ്